കഠിനമായ വേനലിൽ നമുക്കൊരു വൺ ഡേ ട്രിപ്പ് പോയാലും നിങ്ങൾ ഈ സേവ് ചെയ്ത് വെച്ചോ ഈ വീഡിയോ. നമുക്ക് മനസ്സൊക്കെ തണുത്ത് ആനയ്ക്കൊക്കെ ഫുഡൊക്കെ കൊടുത്ത് ഒരു കുട്ടവഞ്ചിയിലൊക്കെ കയറി പിന്നെ ഒന്ന് മലയിലൊക്കെ കയറി ഫുള്ള് തണുപ്പൊക്കെ എൻജോയ് ചെയ്ത് തിരിച്ചു വന്നാലും പോവാം. ഫസ്റ്റ് നമ്മൾ വരുന്നത് എലിഫന്റ് റിഹാബിറ്റേഷൻ സെന്ററിലാണ് കേട്ടോ. പിന്നെ അങ്ങനെ വന്ന് നമ്മൾ ടിക്കറ്റ് എടുക്കാനൊക്കെ ചെന്ന് ടിക്കറ്റൊക്കെ എടുത്ത് നല്ല വൃത്തിയുണ്ട്. പിന്നെ നമ്മൾ ആനയെ കാണാനായിട്ട് മേലോട്ട് ചെന്ന് അപ്പോൾ അവിടെ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ആനയുടെ വയസ്സ്, ആനയ്ക്ക് എന്ത് മതളവിട്ടുണ്ടോ ഇല്ലേ, നോർമലാണോ എന്നുള്ള കാര്യം ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഡിസ്റ്റൻ്റ് ഇട്ട് നിൽക്കണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. താഴോട്ട് വന്നപ്പോൾ റാണ എന്ന് പറഞ്ഞ ഒരു ആനയെ കണ്ടു കേട്ടോ. അതിന് മതപ്പാട് വന്ന് നിൽക്കുകയാണ്. വർഷത്തിൽ ഒരു വട്ടമാണ് ഈ മതപ്പാട് വരുന്നതെന്നാണ് അവിടുത്തെ സ്റ്റാഫ് പറയുന്നത്. ഈ കാണുന്ന വണ്ടിയിലാണ് കേട്ടോ ഇവിടെ ആനയെ കൊണ്ടുവരുന്നത്. ചേച്ചി ആനയ്ക്ക് എത്ര വയസ്സുണ്ട്? ആനയ്ക്ക് 85 വയസ്സുണ്ട്. പേരെന്തരാണ്? സോമൻ. ഇവിടെ എത്ര വർഷം കൊണ്ടുണ്ട്? ഇവിടെ ഒരു 10-15 വർഷമുണ്ട്. ആ ചേച്ചി പറഞ്ഞ ആന ഇതാണ് കേട്ടോ. ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ പ്രായമുള്ള ആനയാണ്. 85 വയസ്സാണ്. സോമൻ എന്നാണ് പേര്. ഇത് ഈ കാണുന്നത് പാപ്പാനാണ് കേട്ടോ. പാപ്പാനെ ഫുഡ് കൊടുക്കുകയാണ്. പിന്നെ കുട്ടി ആനയുടെ സെക്ഷനാണ് കേട്ടോ. ഈ കുട്ടി ആന നല്ല വികൃതിയാണ്. ഇതിനെയൊക്കെ പുറത്തു പോകാതിരിക്കാൻ കെട്ടിക്കണ വേലി നല്ല ഉറപ്പുള്ളതാണ് കേട്ടോ. കണ്ടു നോക്കിയേ. പിന്നെ കുറച്ച് മുന്നോട്ട് പോയാൽ അവിടെ തന്നെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. കുട്ടവഞ്ചിയും ചങ്ങാടവും പെഡൽ ബോട്ടും. പിന്നെ അവിടെ ഇരിക്കാനുള്ള വിശ്രമ സ്ഥലമൊക്കെ നല്ല രസമാണ് കാണാൻ. ഈ കുട്ടവഞ്ചിയുടെ അതേ മോഡലിലൊക്കെയാണ് അവിടെ വിശ്രമ സ്ഥലം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. നമ്മൾ എത്തിയ സമയം നല്ല ഉച്ചയായതുകൊണ്ട് നല്ല വെയിലായിരുന്നു. അതുകൊണ്ട് നമ്മളിന്നൊരു പ്ലാൻ ചേഞ്ച് ചെയ്ത് പിന്നെ കുട്ടവഞ്ചിയിൽ കയറാൻ നിന്നില്ല. പിന്നെ നമ്മളവിടെ നിന്ന് അതൊക്കെ കാഴ്ചകളൊക്കെ കണ്ട് കുറേ നേരം അവിടെ വിശ്രമിച്ചു. നമുക്ക് ക്യാൻറ്റീനിലോട്ട് പോകാം. ഉച്ചയായതുകൊണ്ട് തന്നെ നല്ല വിശപ്പായി. അങ്ങനെ നമ്മളവിടുത്തെ ക്യാൻറ്റീനിൽ കയറി ഫുഡൊക്കെ കഴിച്ച് നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മളവിടെ നിന്ന് പുറപ്പെട്ടു കേട്ടോ. വരുന്ന വഴിയിൽ ഒരു സർബത്തൊക്കെ കുടിച്ച്. റേറ്റ് കുറവാണ് കേട്ടോ. വെറും 20 രൂപ മാത്രമേ ഉള്ളൂ. പിന്നെ അടുത്ത സ്ഥലം പൊന്മുടിയായിരുന്നു. അവിടുത്തെ പാർക്കിലൊക്കെ കയറി ഹിഡൻ സ്പോട്ടിലൊക്കെ പോയി നമ്മളവിടെ നിന്ന് കറങ്ങി നേരെ മണ്ടയിലെത്തി. അവിടെ നല്ല മഞ്ഞും അതോടൊക്കെ നല്ല തിരക്കായിരുന്നു ഞായറാഴ്ച ആയതുകൊണ്ട്. പക്ഷെ ക്ലൈമറ്റ് സൂപ്പറായിരുന്നു കേട്ടോ. അങ്ങനെ നടന്നൊക്കെ തളർന്ന് നമ്മളൊരു പാറയുടെ മണ്ടയിൽ കയറി അവിടെ ഇരിക്കാനായിട്ട് പോയി. അപ്പോഴാണ് നമ്മളൊരു സുഹൃത്ത് പാട്ട് പാടിയത്. പഞ്ചവർണ്ണ കിളി നീയോ. ഈ യാത്ര ഒരുപാട് സന്തോഷങ്ങൾ നിറഞ്ഞതായിരുന്നു. തിരിച്ചു വന്നപ്പോഴാണ് ഈ ബോർഡ് ഞാൻ കണ്ടത്. ഇത് KSRTC ബസ് പൊന്മുടിയിലോട്ട് വരുന്ന സമയമാണ് കേട്ടോ. സനു, ഈ യാത്രയിൽ നിന്ന് എന്താണ് കിട്ടിയത്? സന്തോഷമായി കോച്ച്. മനസ്സൊക്കെ ഒന്ന് റിലാക്സ് ആയി.